എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ചിന്താവിഷയമായിട്ട് എടുത്തിരിക്കുന്നത് പ്രശ്നമാർഗത്തിലെ ഒന്ന് രണ്ട് ശ്ലോകങ്ങളാണ്. ഒന്നാമത്തെ പോയിൻ്റ്, പ്രശ്നത്തിൽ അല്ലെങ്കിൽ പ്രശ്നം വെക്കുന്ന സമയത്ത് ദൈവജ്ഞൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫലനിർദ്ദേശക്രമം, കൂടാതെ ഇഷ്ടപ്രാപ്തി ലക്ഷണം. ഒന്നാമത്തെ വിഷയം, അതായത് പൃച്ഛ എന്ന് പറയുന്നത് പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയം. അതിൻ്റെ പ്രമാണം കണ്ടല്ലോ അല്ലേ? പ്രശ്നമാർഗത്തിലെ 2-ാം അധ്യായം 12-ാമത്തെ ശ്ലോകമാണ്. ദൈവജ്ഞാന സമാഹിതന സംയോദേശ സ്വവായുർദശ എന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലെ സമാഹിതനായ ദൈവജ്ഞനാൽ, അതായത് ദൂതൻ്റെ ചോദ്യ സമയത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ജ്യോതിഷാലയത്തിലാവാം, അതല്ലെങ്കിൽ രാശി വെക്കാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് നിൽക്കുന്ന സമയമാകാം, എപ്പോഴും ആയിക്കോട്ടെ. സമയം, ദേശം, ദൈവജ്ഞൻ്റെ ശ്വാസഗതി, അതായത് ശ്വാസഗതിക്കനുസരിച്ച് അതിൻ്റെയൊക്കെ ഫലങ്ങൾ വേറെയാണ്. അവസ്ഥ, അതുപോലെ തന്നെ പ്രസ്താവിൻ്റെ സ്പർശം, നിൽക്കുന്ന രാശി, ദിക്ക്, പ്രശ്നാക്ഷരങ്ങൾ, നിൽക്കുന്ന രീതി, ശരീരചേഷ്ട, മുഖഭാവം, നോട്ടം എന്നിവയും വസ്ത്ര ആഭരണാദികളും തത്സമയത്തുണ്ടാകുന്ന മറ്റു നിമിത്തങ്ങളെല്ലാം തന്നെ ഫലം പറയുന്നതിന് ശ്രദ്ധിക്കപ്പെടുക തന്നെ വേണം. സമാഹിതൽ എന്നതാണ് ജ്യോതിശാസ്ത്ര വിശാരദനും ത്രികാലജ്ഞാനിയും നവഗ്രഹ പൂജ തൽപരനുമായ ആൾ. അവസ്ഥ എന്ന് പറഞ്ഞാൽ ശാരീരിക മാനസികമായ സ്ഥിതിവിശേഷം. അതായത് ഇപ്പം സമാഹിതനായ ദൈവജ്ഞനാൽ എന്നതുകൊണ്ട് ദൈവജ്ഞൻ്റെ ഒരു സർനെയിം പോലെ കൊടുത്തേക്കുന്നതാണ്. അതിന് അവസ്ഥ എന്നത് ശാരീരികവും മാനസികവുമായ സ്ഥിതിവിശേഷം. ഇനി സമാഹിതനായ എന്നതുകൊണ്ട് ദൂതൻ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന സമയവും വേണേൽ ചിന്തിക്കാം. അടുത്തത് ഫലനിർദ്ദേശക്രമമാണ്. അപ്പോൾ ശ്ലോകം 13-ാമത്തെ ശ്ലോകമാണ്. അതിൽ 2-ാം അധ്യായം 13-ാമത്തെ ശ്ലോകമാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ശ്ലോകം പൃച്ഛ മാർഗമന്ദിരഗതി പ്രശ്നക്രിയാസംഭവം. അത് എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകം തന്നെയാണ്. അതിൽ പറയുന്നു, പൃച്ഛാസമയത്തുള്ള നിമിത്തം ദൈവജ്ഞൻ പൃച്ഛക ഗ്രഹത്തിലേക്ക് പോകാൻ ഭാവിക്കുമ്പോഴുള്ള നിമിത്തം, വഴിയിലെ ശകുനം, പൃച്ഛഗ്രഹത്തിൽ ചെന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന നിമിത്തം, പ്രശ്നക്രിയ സമയത്ത് നടക്കുന്ന സംഭവം, അതുപോലെ തന്നെ ഇവിടെ പറയുന്നു ത്രിസ്ഫുടം, സൂത്രം, അഷ്ടമംഗലം, സ്വർണസ്ഥിതി, ആരൂഢലഗ്നം, ഉദയലഗ്നം, ചന്ദ്രലഗ്നം എന്നിവയിൽ നിന്നും കിട്ടുന്ന ആയുസ്സിനെയും ഗ്രഹസ്ഥിതി കൊണ്ട് ജാതകം കൊണ്ടും സിദ്ധിക്കുന്ന ആയുസ്സിനെയും മറ്റു ഭാവങ്ങളെയും ദേവന്മാരുടെ അനുകൂലാദികളെയും ബാധ, ആഭിചാരം എന്നിവയും വേണ്ട വിധം ചിന്തിച്ചുകൊള്ളണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പറയുന്ന കുറേ കാര്യങ്ങളിലെ ദൈവജ്ഞൻ ഗ്രഹത്തിലേക്ക് പോകും. നമ്മൾ ജ്യോതിഷാല ലഘു പ്രശ്നം വെക്കുന്നതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. നിർബന്ധമായിട്ടും കട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. അതിൽ ഇത്യാദി വിഷയങ്ങളെല്ലാം മാറ്റിയിട്ട് സൂത്രം നിർബന്ധമാണ്, ത്രിസ്ഫുടവും നിർബന്ധമാണ്. അതുപോലെ തന്നെ ആരൂഢലഗ്നം, ഉദയലഗ്നം, ചന്ദ്രലഗ്നം എന്നിവയും കിട്ടുന്ന ആയുസ്സിനെ അതൊക്കെ അറിയാമെങ്കിൽ ചെയ്യുക. ഇല്ലാത്ത പക്ഷം നമ്പർ കൊടുത്തേക്കാം, വിളിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. പ്രശ്നം വെക്കാൻ അതിയായ ആഗ്രഹമുണ്ട്, ഒരു ലിങ്ക് കിട്ടുന്നില്ലെങ്കിൽ അതിനുവേണ്ടി ഒരു 2 മണിക്കൂർ അടങ്ങുന്ന ഒരു വീഡിയോ ക്ലാസ് ലഭ്യമാണ്. ആവശ്യമെങ്കിൽ പറയുക. അപ്പോൾ ആയുസ്സിനെ അതിൽ വേണ്ടത് ബാധ, ആഭിചാരാദി ഇവ മുഖ്യമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഇതുകൊണ്ട് ഇവിടെ പറയുന്നത് പ്രശ്നമാർഗത്തിൽ ആയുർവിഷയമാണ് പ്രധാനമായും ചിന്തിക്കുന്ന. ഫലനിർദ്ദേശക്രമം ഇപ്രകാരമാകുന്നു. മറ്റ് പ്രശ്നങ്ങളിൽ ഇതേ രീതി ചിന്തിക്കാം. ഇനി അടുത്ത നമ്മൾ പറഞ്ഞ 3-ാമത്തെ പോയിൻ്റാണ് ഇഷ്ടപ്രാപ്തി ലക്ഷണം. അതായത് ദൈവജ്ഞൻ്റെ ശ്രദ്ധയും പ്രസ്താവിൻ്റെ ചോദ്യത്തിൻ്റെ മേന്മയും ഒത്തിണങ്ങുമ്പോൾ എല്ലാ പ്രശ്നങ്ങളിലും ശുഭഫലം നൽകുന്നു. അപ്രകാരം പ്രമാണമുണ്ട്. അപ്പോൾ ഇഷ്ടപ്രാപ്തി, ആളോട് ഇതെല്ലാം ശരിയാകും, ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദൈവജ്ഞൻ ശ്രദ്ധയോടുകൂടി നിൽക്കണം. പ്രസ്താവിൻ്റെ ചോദ്യത്തിൻ്റെ മേന്മ നല്ല രീതിക്ക് ചോദിച്ച് ഇത് രണ്ടും കൂടെ ഒത്തിണങ്ങിയാൽ മാത്രമേ ഇഷ്ടപ്രാപ്തി ലക്ഷണം ഉണ്ടാകുകയുള്ളൂ. നന്നായി വരും എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയുള്ളൂ. നമസ്തേ.